BJP നേരിടുന്ന ഒരു പ്രശ്നം താഴെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നമുക്ക് നേരത്തെ സ്വാധീനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സീരിയസ് ആയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രിസ്ത്യൻ വോട്ടിൽ അതിന് പറ്റിയൊരു സാഹചര്യമുണ്ട്. അതിൽ കടന്നു കയറാനുള്ള കാര്യമായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ക്രിസ്ത്യൻ പണ്ടത്തെ പോലെയല്ല. അന്ന് 2019 സംഭവിച്ച ഒരു കാര്യം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നുള്ള പ്രചരണം കേരളത്തിൽ വലിയ തോതിൽ വീശിയടിച്ചു. അതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരു പിടിയുണ്ടാവാൻ എപ്പോഴും അങ്ങനെയാണല്ലോ, അധികാര രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് കേന്ദ്രത്തിൽ നേരത്തെ UP ഉണ്ടായിരുന്ന സമയത്ത് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും ചുരുങ്ങിയത് 5 കൊല്ലം കൂടുമ്പം മാറി വരുന്നത് കൊണ്ട് അവരുടെ ഇടപെടലുകൾക്ക് നല്ല സാധ്യതകളുണ്ടായിരുന്നു. മോദി സർക്കാർ വന്നതിന് ശേഷം അവർക്ക് കേന്ദ്രത്തിലും അത്തരത്തിലുള്ള ഒരു സ്വാധീനം ഉണ്ടായില്ല. കേരളത്തിൽ LDFൻ്റെ ഭരണമായതുകൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ, ഇപ്പോൾ ജോസ് കെ മാണി കുറച്ച് LDFിലേക്ക് പോകുന്നതിന് 19 അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അതിന് ശേഷമാണ് ഈ വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയും മോദി അധികാരത്തിൽ വരികയും സംസ്ഥാനങ്ങളിലൊക്കെ മാറ്റം വരികയും കേരളത്തിൽ UDF വീണ്ടും അധികാരത്തിൽ നിന്ന് 2ാമത്തെ തവണയും പോവുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കും. അതിൻ്റെ ഒരു കാരണം കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രം ഡെവലപ്മെൻറ്റ്സ് അല്ല, ലോകത്ത് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നേരിടുന്ന വെല്ലുവിളികളുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ്. പല രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. കൃത്യമായിട്ട് 2026, 2040 ഇങ്ങനെയൊക്കെ കണക്ക് വച്ചിട്ടാണ് അവിടെ രാജ്യങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് അവർക്ക് നല്ല ആശങ്കയുണ്ട്. പിന്നെ PFI കേരളത്തിൽ വളരെ ശക്തമായിട്ട് അവരുടെ ലക്ഷ്യം പഴയതുപോലെ RSS BJP മാത്രമല്ല എന്നുള്ള തിരിച്ചറിവ് കമ്മ്യൂണിറ്റിക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. RSSനെ BJPയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മാത്രം PFI അല്ലെങ്കിൽ ഈ റാഡിക്കൽ എലമെൻസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്നും ശരിയായ ഫൈറ്റ് നടക്കുന്നത് ഇപ്പുറത്താണെന്നും അത് പല പല കാരണങ്ങളിലൂടെ സമൂഹത്തിന് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സർവേ നിങ്ങൾ നടത്തിയാൽ ഈ PFI ബാൻ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ആളെയും വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ അതൊരു പ്രസ്താവനയായിട്ടൊന്നും ആരും പറഞ്ഞില്ലെങ്കിലും ഇൻഡിവിജ്വലി സംസാരിക്കുമ്പോൾ വലിയൊരു ഭീതിയിലായിരുന്നു അവർ. ഈ PFIക്കെതിരെ എടുത്ത ശക്തമായ നടപടികൾ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും സന്തോഷവും നൽകിയിട്ടുണ്ട്. അപ്പോൾ സാഹചര്യത്തിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഹിമാചൽ, ഗുജറാത്ത് തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിയുമ്പോൾ തീർത്തും കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുവാനാണ് പോകുന്നത്. അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് പോവാൻ പണ്ടത്തെ പോലെ ഉള്ള ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാലമാണ് തീർച്ചയായിട്ടും BJPക്ക് വരുന്നത്. ഞങ്ങളതിനെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആയിട്ട് എടുക്കുന്നില്ല. ഞങ്ങൾ പരസ്പരം ആശയവിനിമയത്തിനുള്ള കൂടുതൽ സ്ഥലങ്ങൾ തുറന്നിടുകയാണ്. ഇപ്പോൾ ധാരാളം ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ വാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇപ്പം നഡ്ഡാജി വന്നപ്പോൾ തന്നെ നമ്മൾ പലരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു ഫ്രീ കോൺവെർസേഷനുള്ള അന്തരീക്ഷം 2019 അപേക്ഷിച്ച് ഇപ്പോൾ വളരെ ശക്തമായിട്ട് കേരളത്തിൽ നടക്കുന്നു. കോൺഗ്രസ്സിലെ ഡെവലപ്മെൻറ്റ്സ് സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒരു ഒറ്റപ്പെട്ട വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. കോൺഗ്രസ്സിൽ ഈ അരക്ഷിത ബോധം വളരെ ശക്തമാണ്. ഇപ്പോൾ നിലവിൽ ഒന്നും BJPക്ക് കൊടുക്കാനില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ MP-മാരായിട്ടുള്ള ആൾക്കാർ ഒരു പേരിനാണെങ്കിലും അവർ MP-മാരായിട്ട് ഇരിക്കുകയാണ്. BJP ഇപ്പോൾ കേരളത്തിൽ ഒരു അധികാര സ്ഥാനത്തിലില്ലാന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കോൺഗ്രസ്സിൽ നിന്ന് വലിയൊരു അടിയൊഴുക്ക് അല്ലെങ്കിൽ ഒരു ഒഴുക്ക് BJPയിലേക്ക് ഇല്ലാത്തത്. പക്ഷേ കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം മാനസികാവസ്ഥ സുധാകരൻ്റെ തുല്യമാണ്. വളരെ അപൂർവം ആൾക്കാരൊഴിച്ച് എല്ലാവർക്കും ഇനി അങ്ങോട്ട് വലിയൊരു, ഇപ്പോൾ എല്ലാ MP-മാരും ഞങ്ങൾ ലോക്സഭ മത്സരിക്കുന്നില്ല, കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു കീഴ്വഴക്കേ ഇല്ല. 40 കൊല്ലം വേണമെങ്കിൽ മത്സരിക്കുന്ന ആൾക്കാരാണ്. 5 കൊല്ലം മത്സരിച്ച അല്ലെങ്കിൽ MP ആയിരുന്ന
ഒരു 6 MP എന്നോട് പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് ഇനി ലോക്സഭയിലേക്കില്ല. കാരണം വെച്ചാൽ അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ആശങ്കയുണ്ട്. അപ്പം അതുകൊണ്ട് ചെറിയ കാര്യമല്ല അത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും ദുർബലമാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല. സുധാകരനെ പറ്റി പറഞ്ഞപ്പോൾ സുധാകരനോട് പറഞ്ഞിരുന്നു സുധാകരൻ്റെ മനസ്സ് ഞങ്ങളോടൊപ്പം ആണെന്നും. അല്ല ഞാനല്ലല്ലോ, സുധാകരൻ തന്നെയാണല്ലോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞത്. പക്ഷേ സുധാകരനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? സുധാകരൻ താല്പര്യം എന്തെങ്കിലും BJP അങ്ങോട്ടോ അല്ലെങ്കിൽ സുധാകരൻ തിരിച്ചോ അപ്രോച്ച് ചെയ്തിട്ടോ എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതിപ്പോൾ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട്. അതിങ്ങനെ കുറേ നാളായി കേൾക്കുന്നു, അല്ല അതെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതിനൊരു സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നാലേ സംഭവിക്കുള്ളൂ. ഒറ്റയടിക്ക് ആളുകളെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത് BJPയിൽ എത്തിക്കുന്നത് അത്ര എളുപ്പത്തിൽ കേരളത്തിൽ നടക്കുന്നതല്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു പീക്കിലേക്ക് വരാൻ പോകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും അത് കഴിഞ്ഞുമാണ് ശരിയായ കേരളത്തിലെ രാഷ്ട്രീയം കോൺഗ്രസ്സിന് സംഭവിക്കാൻ പോകുന്നത് എന്താണ്. സീരിയസ് ആയിട്ടുള്ള ശ്രമങ്ങൾ മുസ്ലിം ലീഗിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. മുസ്ലിം ലീഗിലെ ഒരു വലിയ വിഭാഗം LDFൽ പോകണമെന്നുള്ള അഭിപ്രായത്തിലേക്ക് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ലീഗിനകത്ത് എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും ഒരു പാർലമെൻ്ററി മോഹമില്ലാത്ത ഒരു തറവാട് നയിക്കുന്ന പാണക്കാട് കുടുംബമാണ് അന്തിമമായിട്ടുള്ള വാക്ക്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസും അനുബന്ധ കേസ് വരുന്ന ആ പാർട്ടിയെ ഇത്രയധികം ഡൈല്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വിഷയം. പക്ഷെ അപ്പോഴും പാണക്കാട് കുടുംബം എടുത്ത നിലപാടിൻ്റെ ഫലമായിട്ടാണ് ആ പാർട്ടി തകരാതെ പോയത്. പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ശിഹാബ് തങ്ങളുടെ മരണശേഷം ഇപ്പോൾ കഴിഞ്ഞ തങ്ങളുടെയും മരണശേഷം അത് വർദ്ധിച്ചിരിക്കുകയാണ്. പാണക്കാട് കുടുംബത്തിലടക്കം വലിയ തോതിലുള്ള LDFൽ പോകണോ അതല്ല UDFൽ തന്നെ നിൽക്കണോ എന്നുള്ള ശക്തമായ അഭിപ്രായ വ്യത്യാസം അതിനകത്തുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മളെന്തിനാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് ആ കുടുംബത്തിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ മാത്രം എന്തിനാണ് മത്സരരംഗത്ത് മാറി നിൽക്കുന്നത്? പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ടാവും. ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഒരു മതപുരോഹിതൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, കേരളത്തിലിപ്പോൾ കേരള കോൺഗ്രസ്സിലെ ഒരു വിഭാഗം LDFലേക്ക് പോയി, ജോസ് കെ മാണിയുടെ നേതൃത്വം. പക്ഷെ പിണറായി വിജയൻ്റെ മുമ്പിൽ ഒരു കാര്യം പോയി അവതരിപ്പിച്ച് ഞങ്ങളുടെ ഒരു റെപ്രസെൻ്റ് ചെയ്യാനുള്ള ത്രാണി, അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ട് പാല എപ്പോഴും അറിയാലോ ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ഥലമാണല്ലോ. അധികാരം കിട്ടിയിട്ടും ശരിയായ ഒരു കാര്യം റെപ്രസെൻ്റ് ചെയ്യാൻ പോലും സഭകൾക്ക് സാധിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അദ്ദേഹം പറഞ്ഞപ്പോൾ എത്ര സമയമെടുത്തിട്ടാണ് ജോസ് കെ മാണി ഒരു അരമണിക്കൂർ നേരത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതെന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ക്ലിയറാണ്. അതുകൊണ്ട് കേരളം ഒരു ബാലികേറാ മലയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പല സാഹചര്യങ്ങളും രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തിലാണ്. സമയം ശരിയാണ്, 2021 അത് സംഭവിച്ചില്ല. അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും അത് സംഭവിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലല്ല ഞങ്ങളിരിക്കുന്നത്.